അധ്യായം 45 സൂറ ജാസിയയില് ഇസ്രായേൽ സന്തതികൾക്ക് നാം വേദഗ്രന്ഥവും വിധിയും പ്രവാചകത്വവും നൽകുകയുണ്ടായി. നല്ല വസ്തുക്കളിൽ നിന്ന് അവർക്ക് നാം ഭക്ഷണം കൊടുക്കുകയും ലോകരേക്കാൾ അവരെ നാം ഉത്കൃഷ്ടരാക്കുകയും ചെയ്തു. മതകാര്യത്തിൽ വ്യക്തമായ തെളിവുകളും നാം അവർക്ക് നൽകി. എന്നാൽ അറിവ് വന്നു കിട്ടിയതിനു ശേഷം മാത്രമാണ് അവർ ഭിന്നിച്ചത്. അത് തന്നെ അവർക്കിടയിലെ സ്പർദ്ധ മൂലവും. അവർ ഭിന്നിച്ചു കൊണ്ടിരുന്ന വിഷയത്തിൽ അന്ത്യനാളിൽ താങ്കളുടെ നാഥൻ തീർപ്പ് കൽപ്പിക്കുക തന്നെ ചെയ്യും. ഇവിടെ സൃഷ്ടാവ് പറയുന്നത് എന്താണ്? അവർ എന്ത് കാര്യത്തിലാണോ ഭിന്നിച്ചു പോയത് ആ സത്യത്തെ അള്ളാഹു പുറത്തു കൊണ്ടുവരും. തീർച്ചയായിട്ടും അവസാന കാലഘട്ടത്തിൽ തീർപ്പ് കൽപ്പിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇനി അതിൽ 18 പറയുന്നത്, മതകാര്യങ്ങളിൽ താങ്കളെ നാം ഒരു കൽപ്പനയിൽ നിന്നുള്ള ശരീഅത്തിന്മേൽ അഥവാ മാർഗത്തിൽ നാം താങ്കളെ ആക്കിയിരിക്കുന്നു. അതുകൊണ്ട് താങ്കൾ ആ മാർഗം പിന്തുടരുക. അറിവില്ലാത്തവരുടെ ഇച്ഛകളെ താങ്കൾ പിന്തുടരുത്. അവസാന കാലഘട്ടത്തിൽ അള്ളാഹു എല്ലാ സത്യവും പുറത്തു കൊണ്ടുവരും, നീതി നടപ്പിൽ വരുത്തുമെന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നത്, നാം ഒരു കൽപ്പനയിൽ നിന്നുള്ള ശരീഅത്തിന്മേൽ താങ്കളെ ആക്കിയിരിക്കുന്നു, ആ മാർഗം പിന്തുടരുക എന്ന്. അപ്പൊ അവസാന കാലഘട്ടത്തിൽ ഒരു സത്യത്തിന്റെ മാർഗം നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പൊ അത് നിങ്ങൾ പിന്തുടരുക എന്നിവിടെ പറയുന്നത്. അറിവില്ലാത്തവരുടെ ഇച്ഛകളെ താങ്കൾ പിന്തുടരരുത് എന്ന്.